മിസൈലുകൾക്ക് പകരം കോഡുകൾ കൊണ്ട് ഒരു രാജ്യത്തെ തകർക്കാൻ കഴിയുമോ? എയർ സ്ട്രൈക്കുകളേക്കാൾ വലിയ നാശം നെറ്റ്വർക്ക് ജാമുകൾ ഉണ്ടാക്കുമോ? ഒരു ക്ലിക്കിലൂടെ ഒരു രാജ്യത്തിന്റെ സമ്പദ്‌വ്യവസ്ഥയെ തകർക്കാൻ കഴിയുന്ന ഒരു സൈബർ യുദ്ധത്തിന് ചൈന രഹസ്യമായി തയ്യാറെടുക്കുകയാണോ? കുറച്ചുകാലം മുമ്പ് വരെ ലോകത്തെ എല്ലാ ഹാക്കിംഗ് മത്സരങ്ങളിലും ചൈനീസ് ഹാക്കർമാർ ആധിപത്യം പുലർത്തിയിരുന്നു. അവരായിരുന്നു എല്ലാ മത്സരങ്ങളിലെയും വിജയികൾ. പക്ഷെ 2017 ശേഷം അവരെ കാണാതായി. അവർ അങ്ങോട്ട് പോയെന്ന് ആർക്കും ഒരെത്തും പിടിയും കിട്ടിയില്ല. പിന്നീട് 2019 നടന്ന ഒരു സംഭവം ചൈനയുടെ യഥാർത്ഥ പദ്ധതികൾ ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തി. അവർ യഥാർത്ഥത്തിൽ ഒരു സൈബർ സൈന്യത്തെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഫുൾ വീഡിയോ കാണുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യുക. നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രിപ്ഷനും ഉപയോഗിച്ച് ഞങ്ങളുടെ ചാനൽ വളരാൻ ഇത് സഹായിക്കും. വർഷങ്ങളോളം കാനഡയിൽ നടക്കുന്ന പൗണ്ട് വൺ പോലെയുള്ള ലോകപ്രശസ്ത ഹാക്കിംഗ് മത്സരങ്ങളിൽ ചൈനീസ് ഹാക്കർമാരായിരുന്നു മുന്നിൽ. ഗൂഗിൾ ക്രോം, മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ആപ്പിൾ ഐഫോൺ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളിലെയും ഉപകരണങ്ങളിലെയും സുരക്ഷാ പിഴവുകൾ കണ്ടെത്തിക്കൊണ്ട് അവർ സമ്മാനങ്ങൾ വാരിക്കൂട്ടി. സമ്മാനത്തുക $5 ലക്ഷം മുതൽ $1 ബില്യൺ വരെ ആയിരിക്കും. ഇത് എത്തിക്കൽ ഹാക്കിംഗ് കോമ്പറ്റീഷൻ തന്നെയാണ്. ഇതിലൂടെ ആരെയും ബാധിക്കാതെ കമ്പനികൾക്ക് അവരുടെ സോഫ്റ്റ്വെയറുകളിലെ സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ 2017 ശേഷം ചൈനീസ് ഹാക്കർമാർ പെട്ടെന്ന് ഈ മത്സരങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇത് അമേരിക്കയുൾപ്പെടെ പല രാജ്യങ്ങളെയും ആശങ്കയിലാക്കി. ഈ മൗനത്തിന് പിന്നിലെ കാരണം ഒരു പ്രമുഖ സൈബർ സുരക്ഷാ സ്ഥാപനമായ Q360ന്റെ CEO ഷുഹോങ്കിയുടെ പ്രസ്താവനയിലൂടെയാണ് വ്യക്തമായത്. എന്തിനാണ് നമ്മുടെ ഹാക്കർമാർ തങ്ങളുടെ കഴിവുകൾ വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്? അവർ കണ്ടെത്തുന്ന സുരക്ഷാ വീഴ്ചകളുടെ യഥാർത്ഥ വില ഏതാനും ലക്ഷങ്ങളല്ല, കോടികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പ്രസ്താവന ചൈനീസ് സർക്കാർ ഗൗരവമായി എടുത്തു. തുടർന്ന് ചൈനീസ് സർക്കാർ സൈബർ സുരക്ഷാ ഗവേഷകർക്കും ഹാക്കർമാർക്കും വിദേശ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ ഔദ്യോഗികമായി വിലക്കേർപ്പെടുത്തി. അതിനുശേഷം അവർ സ്വന്തമായി ഒരു ഹാക്കിംഗ് മത്സരം ആരംഭിച്ചു. ടിയാൻഫു കപ്പ് എന്നായിരുന്നു അതിന്റെ പേര്. ടിയാൻഫു കപ്പ് ആരംഭിച്ചതോടെ ലോകത്തിലെ പല രാജ്യങ്ങളും അതിനെ ശ്രദ്ധിച്ചു. കാരണം ഇത് ചൈന ഇപ്പോൾ ഹാക്കിംഗ് കഴിവുകൾ ഉപയോഗിച്ച് സൈബർ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നതിന് വ്യക്തമായ ഒരു സൂചന തന്നെയായിരുന്നു. 2018 നവംബറിൽ ടിയാൻഫു കപ്പിന്റെ ആദ്യ മത്സരം ചൈനയിലെ ചെങ്ഡുവിൽ നടന്നു. ഇവിടെ സമ്മാനത്തുക $1 ബില്യൺ കൂടുതലായിരുന്നു. ഈ മത്സരത്തിൽ Q360ലെ ഗവേഷകനായ കിഷുങ്ഷാങ് ആപ്പിൾ ഐഫോണിലെ ഒരു സുരക്ഷാ പിഴവ് കണ്ടെത്തിയതുകൊണ്ട് $2 ലക്ഷം സമ്മാനം നേടി. വെറും ഒരു വെബ് പേജ് തുറന്നാൽ മാത്രം മതി, ആ ഐഫോൺ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാകും. ഇതിനദ്ദേഹം ക്യൂസ് എന്ന് പേരിട്ടു. ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. പൗണ്ട് വൺ മത്സരത്തിൽ ഹാക്കർമാർ കണ്ടെടുത്ത വിവരങ്ങൾ നേരിട്ട് കമ്പനികൾക്ക് കൈമാറും. എന്നാൽ ടിയാൻഫു കപ്പിൽ അങ്ങനെയല്ല. ഇവിടെ കണ്ടെത്തുന്ന ഹാക്കുകൾ ആദ്യം ചൈനീസ് സർക്കാരിനാണ് കൈമാറേണ്ടത്. അതിനുശേഷം മാത്രമേ അത് ബന്ധപ്പെട്ട കമ്പനികളിൽ എത്തുള്ളൂ. ഇത് കോടിക്കണക്കിന് ഡോളറിന് കരിഞ്ചന്തയിൽ വിൽക്കാൻ കഴിയുന്ന വിവരങ്ങളാണ്. അതുകൂടാതെ ഈ ഹാക്കുകൾ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ഫോണുകൾ നിരീക്ഷിക്കാനും ചാരപ്രവൃത്തി നടത്താനും സാധിക്കും. കിഷൻ കണ്ടെത്തിയ ഹാക്ക് 2019 ജനുവരിയിൽ ആപ്പിൾ ഒരു അപ്ഡേറ്റ് വഴി പരിഹരിച്ചു. എന്നാൽ 7 മാസം കഴിഞ്ഞ് 2019 ഓഗസ്റ്റിൽ ഗൂഗിൾ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. ആയിരക്കണക്കിന് ഐഫോണുകൾ ഹാക്കിങ്ങിന് ഇരയായിട്ടുണ്ടെന്നവർ വെളിപ്പെടുത്തി. ഗൂഗിളിന്റെ ഗവേഷണത്തിൽ 5 വ്യത്യസ്ത എക്സ്പ്ലോയിറ്റ് ശൃംഖലകൾ കണ്ടെത്തി. അതിലൊന്ന് ടിയാൻഫു കപ്പിൽ കിഷൻ അവതരിപ്പിച്ച അതേ കെയോസ് എക്സ്പ്ലോയിറ്റ് ആയിരുന്നു. ആക്രമണകാരികൾ ആരാണെന്ന് ഗൂഗിൾ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നീട് പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം ഇരകൾ ഉയ്ഗുർ മുസ്ലിങ്ങളായിരുന്നു. കൂടാതെ ആക്രമണകാരികൾ ചൈനീസ് സർക്കാർ തന്നെയായിരുന്നു. 2013 മുതൽ സിൻജിയാങ് പ്രവിശ്യയിൽ ചൈന ഉയ്ഗുർ മുസ്ലിങ്ങൾക്കെതിരെ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുണ്ട്. കുറ്റമൊന്നും ചെയ്യാതെ ലക്ഷക്കണക്കിന് ആളുകളെ ക്യാമ്പുകളിൽ അടച്ചുവെക്കുന്നു. സ്ത്രീകളെ ബന്ദീകരണം ചെയ്യുകയും അവരുടെ ജനസംഖ്യ കുറയ്ക്കുകയുമാണ് ലക്ഷ്യം. അവരുടെ ഫോണുകൾ നിരീക്ഷിക്കാനും മതപരമായ ഉള്ളടക്കങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താനും ഈ ഹാക്കുകൾ ഉപയോഗിച്ചു. മതപരമായ കാര്യങ്ങൾ കൈവശം വെച്ചാൽ കടുത്ത ശിക്ഷ ലഭിച്ചിരുന്നു. ചൈനീസ് സർക്കാർ ഇത് തീവ്രവാദത്തിൽ നിന്ന് രക്ഷ നേടാനാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അമേരിക്കയും മറ്റു പല രാജ്യങ്ങളും ഇതിനെ വംശഹത്യയായി പ്രഖ്യാപിച്ചു. ചൈനയുടെ ഈ ഹാക്കിംഗ് ക്യാമ്പയിൻ ഉയ്ഗുർ മുസ്ലിങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല. മറിച്ച് പത്രപ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, ചൈനീസ് ഗവൺമെന്റിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യുന്നവർ എന്നിവരെയെല്ലാം ലക്ഷ്യമിട്ടു. ഗൂഗിളിന്റെ ഗവേഷകർ ഐഫോൺ ഹാക്കിങ്ങിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാധ്യമങ്ങൾ എല്ലാ കാര്യങ്ങളും പരസ്പരം ബന്ധിപ്പിച്ചു. പിന്നീട് ആപ്പിളും ഒരു പോസ്റ്റിൽ ഈ ഹാക്ക് യഥാർത്ഥത്തിൽ 2 മാസത്തോളം നീണ്ടുനിന്നതായി സമ്മതിച്ചു. അത് കിഷൻ ടിയാൻഫു കപ്പ് വിജയിച്ച അതേ സമയത്തായിരുന്നു. അമേരിക്കൻ വിദഗ്ധർക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു. ചൈന Q360ന്റെ CEO പറഞ്ഞ തന്ത്രം പിന്തുടർന്നിരുന്നു.
അതായത് ചൈനീസ് ഹാക്കർമാരെ പുറത്തുപോകുന്നതിൽ നിന്ന് തടഞ്ഞ് അവരുടെ കഴിവുകൾ ചൈനയിൽ തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് ആ ഹാക്ക് ഉപയോഗിച്ച് ആളുകളെ നിരീക്ഷിക്കുക. ഇത് തെളിയിക്കാൻ യുഎസ് നിരീക്ഷണ ഏജൻസികൾ കെയോസ് എക്സ്പ്ലോയിറ്റിന്റെ പൂർണ്ണ സാങ്കേതിക വിശകലനം നടത്തി. അതിന്റെ റിസൾട്ട് അത് ടിയാൻഫു കപ്പിൽ കിഷിൻ കണ്ടെത്തിയ അതേ ഹാക്ക് തന്നെയാണെന്ന് വ്യക്തമായി. പിന്നീട് ഗൂഗിളിന്റെ ആഴത്തിലുള്ള അന്വേഷണവും കെയോസും യഥാർത്ഥ ലോകാക്രമണവും ഘടനയിൽ ഒരുപോലെയാണെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ കാര്യങ്ങൾ അവിടെ മാത്രം അവസാനിച്ചില്ല. 2024 ഫെബ്രുവരിയിൽ കോഡ് ഷെയറിംഗ് വെബ്സൈറ്റായ ഗിറ്റ് ഹബിൽ ചില വിവരങ്ങൾ ചോർന്നു. ഇത് ചൈനയിലെ ഐസൂൺ എന്ന കമ്പനിയുടെ ഡേറ്റയായിരുന്നു. ഇതൊരു IT സുരക്ഷാ സ്ഥാപനമാണ്. ചോർന്ന ഈ ഡേറ്റയിൽ കമ്പനിയുടെ ഇമെയിലുകളും ചാറ്റ് ലോഗുകളും സ്പൈവെയറിന്റെ വികസന വിവരങ്ങളും ഉണ്ടായിരുന്നു. ചോർന്ന ഡേറ്റയിൽ നിന്ന് കമ്പനി സൈബർ ചാറ്റ് പ്രവൃത്തി ടൂളുകൾ നിർമ്മിക്കുന്നുണ്ടെന്നും പിന്നീട് ഈ ടൂളുകൾ ചൈനീസ് ഗവൺമെന്റിനും പീപ്പിൾസ് ലിബറേഷൻ ആർമിക്കും നൽകുന്നുണ്ട് എന്നും മനസ്സിലായി. ചോർന്ന ചാറ്റുകളിൽ ചൈനീസ് പൊതുസുരക്ഷാ മന്ത്രാലയവും ഐസൂണും തമ്മിലുള്ള കരാറുകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഓരോ ഹാക്ക് ചെയ്യപ്പെട്ട ഇമെയിൽ ഇൻബോക്സിനും ഐസൂൺ ഗവൺമെന്റിൽ നിന്ന് $50,000 മുതൽ $75,000 വരെ ഈടാക്കുന്നുണ്ടെന്നും വെളിപ്പെട്ടു. ഇപ്പോൾ ടിയാൻഫു കപ്പ് 8ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ചൈനയിലെ പ്രമുഖ ടെക് കമ്പനികളായ ടോപ്സുക്, അലിബാബ, Q360 എന്നിവയാണ് ഇതിന്റെ സ്പോൺസർമാർ. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന പലരും ചൈനീസ് സൈന്യവുമായി ബന്ധമുള്ളവരാണെന്ന് US ആരോപിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ടിയാൻഫു കപ്പിന്റെ മറവിൽ ചൈന സൈബർ ആയുധങ്ങൾ തയ്യാറാക്കുകയാണെന്നാണ്. ഹാക്കർമാർക്ക് രാജ്യത്തിന്റെ പിന്തുണ ലഭിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം വെറും സമ്മാനം നേടുക മാത്രമല്ല, ഒരു സൈബർ യുദ്ധത്തിന് തയ്യാറെടുക്കുക കൂടിയാണ്. 2024 തന്നെ US ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെയും AT&T, വെർസൺ, T-Mobile പോലെയുള്ള അമേരിക്കൻ ടെലികോം കമ്പനികളുടെയും നെറ്റ്വർക്കുകൾ ചൈനീസ് ഹാക്കർമാർ ഹാക്ക് ചെയ്തു. 2021 വോൾട്ടൈഫ് എന്ന ചൈനീസ് ഹാക്കർ ഗ്രൂപ്പ് അമേരിക്കയിലെ ഊർജ്ജ പ്ലാന്റുകളും ശുദ്ധജല സംവിധാനങ്ങളും ലക്ഷ്യമിട്ടു. 2023 ഗ്വാമിലെ US സൈനിക താവളത്തിൽ മാൽവെയർ ആക്രമണം റിപ്പോർട്ട് ചെയ്തു. വിദഗ്ധർ പറയുന്നത് ചൈനീസ് ഹാക്കർമാർ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ ലക്ഷ്യമിട്ടാൽ അവർ വർഷങ്ങളോളം നിശബ്ദരായി സിസ്റ്റത്തിനുള്ളിൽ പ്രവേശനം നിലനിർത്തുമെന്നാണ്. പിന്നീട് അനുയോജ്യമായ സമയം നോക്കി മാത്രമേ അവർ നാശനഷ്ടം ഉണ്ടാക്കുകയുള്ളൂ. ഇത് വ്യക്തമാക്കുന്നത് ചൈന ഒരു സൈബർ യുദ്ധത്തിനു വേണ്ടി സ്വന്തമായ ഒരു സൈന്യത്തെ വളർത്തുകയാണ് എന്നാണ്. ഇനിയൊരു മിസൈൽ വേണ്ട, ഒരു കോഡ് മതി ഒരു രാജ്യത്തെ മുട്ടുകുത്തിക്കാൻ. എയർ സ്ട്രൈക്കിനേക്കാൾ വലിയ നാശം നെറ്റ്വർക്ക് ജാമുകൾ ഉണ്ടാക്കും. ഒരു ക്ലിക്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് തകരുകയും ജനങ്ങളിൽ ഭീതി പരത്തുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സൈബർ യുദ്ധത്തിന് ചൈന രഹസ്യമായി തയ്യാറെടുക്കുന്നത് എങ്ങനെയാണെന്ന ഞെട്ടിക്കുന്ന സത്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒരു രാജ്യത്തിന്റെ സൈബർ യുദ്ധത്തിനുള്ള രഹസ്യ തയ്യാറെടുപ്പുകൾ എത്രത്തോളം അപകടകരമാണെന്ന് ഈ വിവരങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഞങ്ങളുടെ ചാനലിൽ കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വിഷയമോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാവുന്നതുവരേക്കും ഗുഡ് ബൈ.